ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ രക്ഷാധികാരി ജോസഫ് വിക്ടർ മരക്കാശ്ശേരിയുടെ നിര്യാണത്തിൽ ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി വളപ്പ് നിത്യസഹായ മാതാപ്പള്ളിക്ക് സമീപം നടത്തിയ അനുശോചന യോഗത്തിൽ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പള്ളി അധ്യക്ഷത വഹിച്ചു. ഏത് പ്രവർത്തന മണ്ഡലങ്ങളിലും അദ്ദേഹം സേവന സന്നദ്ധനായി രംഗത്തുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ, കുടുംബാംഗങ്ങൾ എല്ലാവരും ഉൾപ്പെട്ടുകൊണ്ട് പ്രത്യാശ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം നടത്തുന്നുണ്ട്. പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആ പ്രസ്ഥാനവും നമുക്കറിയാം വളരെയധികം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഇപ്പോഴും നിലനിന്നു പോരുകയാണ്. ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ രക്ഷാധികാരി ആയിരുന്ന ഈ കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹം സുഖമില്ലാഞ്ഞിട്ട് പോലും ഞങ്ങളോട് വിളിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ആരായുകയും അതേപോലെ തന്നെ ഇനി വരുന്ന ജനോപകാരപ്രദമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യാശ ഫൗണ്ടേഷൻ എന്ന പ്രസ്ഥാനത്തിന്റെ ചെയർമാൻ KLCA വരാപ്പുഴ അതിരൂപത പ്രസിഡന്റ് തുടങ്ങി നിരവധി സാമൂഹ്യ സേവന പ്രസ്ഥാനങ്ങളുടെ നേതൃനിരയിൽ പ്രവർത്തിച്ചിട്ടുള്ള വിക്ടർ മരക്കാശ്ശേരിയുടെ മാതൃക യുവതലമുറ പിന്തുടരണമെന്നും പോൾ ജെ മാമ്പള്ളി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. യോഗത്തിൽ മുൻ MP ചാൾസ് ഡയസ്, KLCA വരാപ്പുഴ അതിരൂപത വൈപ്പിൻ മേഖലാ പ്രസിഡന്റ് ബെന്നറ്റ് കുറുപ്പശ്ശേരി, കർത്തേടം കോഓപ്പറേറ്റീവ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ബിജു ജോർജ് തുണ്ടിയിൽ, ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി കൺവീനർ ജോണി വൈപ്പിൻ, സെക്രട്ടറി ആന്റണി പുന്നത്ര, വൈസ് ചെയർമാൻ ജോസഫ് നരികുളം, ട്രഷറർ ഫ്രാൻസിസ് അറക്കൽ, ജോസി ചക്കാലക്കൽ, വർഗീസ് കാച്ചപ്പള്ളി, സെബി ഞാറക്കൽ, റോസ്ലി ജോസ്, ഡാളി ഫ്രാൻസിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്വാഗതപ്രസംഗം സൂചിപ്പിച്ചതുപോലെ സൗമ്യതയുടെ ഒരു പര്യായമായിരുന്നു വിക്ഷേപം. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം വിരമിച്ച ശേഷം കാത്തലിക് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിലാണ് ഞാൻ അദ്ദേഹത്തെ കൂടുതലായും ഞങ്ങൾ അടുത്ത് പഴകിയിട്ടുള്ളത്. എല്ലാവരോടും വളരെ സൗഹാർദ്ദപൂർവ്വം വളരെ പക്വമായ രീതിയിൽ സൗമ്യനായി സംസാരിച്ച് തന്നെ ഏൽപ്പിച്ച ചുമതല വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ സ്ഥാനത്ത് നിന്നും മാറിയത്. തുടർന്ന് അദ്ദേഹം കളമശ്ശേരി ലിറ്റിൽ ഫ്ലവർ ITCയുടെ വൈസ് പ്രിൻസിപ്പളായി ആ രംഗത്തും അദ്ദേഹം ആ സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ കഴിവുകൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ആ സ്ഥാപനത്തിൽ നിന്നും പഠിച്ചു വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്ലേസ്മെന്റ് കിട്ടുന്ന രീതിയിൽ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം ചെയ്തു.